ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടോപ്പിക് നമ്പർ 7 പ്രത്യുൽപാദന വ്യവസ്ഥ. ബയോളജി ഭാഗത്ത് LP-UP സിലബസിൽ നമുക്ക് എടുത്തു തന്നിട്ടുള്ളതും മറ്റുള്ള എക്സാമുകൾക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുമ്പം അതിൽ ഏകദേശം ഒരു 3-4 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏറ്റവും ബേസിക് ആയിട്ട് ആ ഭാഗത്ത് പഠിക്കേണ്ട ലെസണാണ് 8th സ്റ്റാൻഡേർഡിലെ 14th ലെസൺ തലമുറകളുടെ തുടർച്ചയ്ക്ക്. ഓക്കെ, ഈ ഒരു ലെസണാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ കമൻറ്റ് ഫസ്റ്റ് ലിങ്കായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്കത് ലിങ്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ തന്നെ എക്സാം ഗ്രൂപ്പിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യുക. റിവിഷൻ പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. തലമുറകളുടെ തുടർച്ചയ്ക്ക്. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഉൽപാദന രീതികൾ പ്രകൃതിയിലുണ്ട്. ഇവിടെ നമുക്ക് ബാക്ടീരിയ, ഫംഗസ്, ഹൈഡ്ര ഇവയുടെയൊക്കെ എങ്ങനെയാണ് ഇവരുടെ പ്രത്യുൽപാദനം നടക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നോക്കാം, ബാക്ടീരിയ. ഫസ്റ്റ് ബാക്ടീരിയയാണ്. ബാക്ടീരിയ പെരുകുന്നത് ദ്വിവിഭജനത്തിലൂടെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബാക്ടീരിയ ദ്വിവിഭജനം വഴിയാണ് പെരുകുന്നത് എന്ന കാര്യം. അപ്പോൾ എന്താണ് ദ്വിവിഭജനം എന്ന് പറയുന്നത്? നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ദ്വിവിഭജനം എന്ന് പറയുന്നത്. ദ്വി എന്ന് പറയുമ്പോൾ 2 എന്നാണ്. അപ്പോൾ ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങളായിട്ട് മാറുകയാണ്. അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ ത്വരിതഗതിയിലുള്ള വംശവർദ്ധനവ് നടക്കുന്നത് പ്രധാനമായിട്ടും ദ്വിവിഭജനത്തിലൂടെയാണ്. ഓർത്തു വച്ചേക്കണം. അപ്പോൾ ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് ദ്വിവിഭജനമാണ്. ഇനി ഫംഗസിന്റെ കേസിലേക്ക് വരുമ്പോൾ രേണുക്കളാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളായിട്ടുള്ള രേണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അലൈംഗ പ്രജനന രീതിയാണ് ആര് ഫോളോ ചെയ്യുന്നത്? ഫംഗസുകൾ. അവരുടെ പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് അലൈംഗ പ്രജനന രീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവിയായി വളരാനും കഴിയുന്ന സൂക്ഷ്മ കോശങ്ങളാണ് രേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രേണുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അലൈംഗിക പ്രജനനം നടത്തുന്ന ജീവിയാണ് ഫംഗസ്. അടുത്തത് ഹൈഡ്ര. ഹൈഡ്രയെ കുറിച്ച് പറയുമ്പോൾ മുകുളനമാണ്. മുകുളനം. ഹൈഡ്ര മുകുളനമാണ്. മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുന്നു. കണ്ടോ, ഇവിടെ മാതൃശരീരം, ഇതാണ് വലിയ ഹൈഡ്ര അല്ലേ. അപ്പോൾ ഈ ഒരു വലിയ ഹൈഡ്രയിൽ നിന്ന് ചെറിയൊരു മുകുളം ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. എന്നിട്ട് വളർച്ച എത്തുമ്പോൾ ഇവ എന്ത് ചെയ്യും? ഈ മുകുളം ഈ വലിയ ഹൈഡ്രയിൽ നിന്ന് വേർപെട്ട് അതൊരു പുതിയ ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം മാച്ച് ചെയ്യാനൊക്കെ നമ്മളോട് ചോദിക്കാം. ബാക്ടീരിയ അത് വിഭജനമാണ്, ഫംഗസ് ആണെങ്കിൽ രേണുക്കളാണ്, ഹൈഡ്ര ആണെങ്കിൽ മുകുളനം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മുകുളനം. ഇനി അടുത്തൊരു ഏരിയയിലോട്ട് വരാം. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങളാണ് എന്ത്? പൂക്കൾ എന്ന് പറയുന്നത് അല്ലേ. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങളാണ് പൂക്കൾ. അപ്പോൾ കുട്ടികളോട് പരിസരത്ത് നിന്ന് ലഭ്യമായിട്ടുള്ള പൂക്കൾ ശേഖരിച്ച് ആൺപൂവ് ഏതാണ്, പെൺപൂവ് ഏതാണ്, അതിൻ്റെ ആൺലിംഗ അവയവം ഏതാണ്, പെൺലിംഗ അവയവം ഏതാണെന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ പരാഗണവും പൂക്കളിലെ വൈവിധ്യവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കാം. പരാഗണം ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ്. ഓക്കെ, മ്യൂച്വലിസം. പരാഗണം എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. മ്യൂച്വലിസം. 2 ലക്ഷത്തിലധികം ജന്തുജാതികൾ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഏറെയും ഷഡ്പദങ്ങളാണ്. പൂവിന്റെ നിറവും ഗന്ധവും എല്ലാം ഇവയെ ആകർഷിക്കാനുള്ള ഉപാധികളാണ്. രാത്രിയിൽ വിടരുന്ന പൂക്കളുടെ കളർ എന്താ? വൈറ്റ് കളർ അല്ലേ. അപ്പൊ വെളുത്ത നിറവും രൂക്ഷ ഗന്ധവും ഉള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അത്? ഇത്തരത്തിലുള്ള ജീവികളെ, ഷഡ്പദങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജീവികളല്ലാതെ കാറ്റിനെയും വെള്ളത്തെയും പരാഗണത്തിന് ആശ്രയിക്കുന്ന സസ്യങ്ങളും ഉണ്ട്. പൂവിന്റെയും പരാഗരേണുവിന്റെയും ഘടനയും സ്വഭാവവും പരാഗകാരിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പല സസ്യങ്ങൾക്കും ഒന്നിലധികം പരാഗകാരികൾ ഉണ്ടാകുമെങ്കിലും ചില സസ്യങ്ങൾ ഒരു പ്രത്യേക ജന്തു ജാതിയെ മാത്രം പരാഗണത്തിനായി ആശ്രയിക്കുന്നവയാണ്. ഈ ജന്തുജാതികൾ ഇല്ലാതാകുമ്പോൾ ആ സസ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അത് അപകടത്തിലാക്കും. ഓക്കെ, പരാഗണത്തിന് ശേഷം എന്താണ് പരാഗണം? പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് പരാഗണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ,
ഈ പരാഗണത്തിന് ശേഷം പരാഗരേണുവിൽ നിന്ന് എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്? നോക്കിയേ, പരാഗണത്തിന് ശേഷം പരാഗരേണുവിൽ നിന്ന് പരാഗനാളം വളരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇമേജ് കണ്ടോ? പരാഗണത്തിന് മുൻപുള്ളതാണ് ഈ തന്നിട്ടുള്ളത്. പരാഗണ ശേഷം എങ്ങനെയാണ് കണ്ടോ? പരാഗണത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പരാഗനാളം താഴേക്ക് വളർന്നു വരുന്നത് കണ്ടോ? പിന്നെ അവിടെ ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ നോക്കിക്കോളൂ. അപ്പൊ സസ്യങ്ങളിലെ ബീജ സംയോജനം നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പിക്ചറിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? പരാഗരേണുവിൽ നിന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ്, രണ്ട് ന്യൂക്ലിയസിനെ ഇവിടെ പറയുന്നുണ്ട്. പരാഗരേണുവിൽ നിന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ് എന്നിങ്ങനെ രണ്ട് ന്യൂക്ലിയസ് ആണ് ഉള്ളത്. പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പരാഗരേണുവിൽ നിന്ന് രൂപപ്പെടുന്ന പരാഗനാളി അണ്ഡാശയത്തിന് നേരെ വളരുന്നു. ഇതോടൊപ്പം പരാഗരേണുവിലെ ന്യൂക്ലിയസുകളും പരാഗനാളത്തിലേക്ക് പ്രവേശിക്കുന്നു. പരാഗനാളത്തിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് രണ്ട് പുംബീജങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ ട്യൂബ് ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? ശിഥിലീകരിച്ചു പോവുകയും ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കാം. പരാഗരേണുവില് ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ് രണ്ട് ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ പരാഗരേണുവിൽ കാണപ്പെടുന്ന രണ്ട് ന്യൂക്ലിയസുകളാണ് ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും. എന്നിട്ട് പരാഗണത്തിന് ശേഷം പരാഗരേണുവിൽ നിന്ന് രൂപപ്പെടുന്ന പരാഗനാളി എന്ത് ചെയ്യുന്നു? അണ്ഡാശയത്തിന് നേരെ വളരുന്നു. ഇനി പരാഗനാളിയിൽ വെച്ചിട്ട് ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് രണ്ട് പുംബീജങ്ങൾ ഉണ്ടാകും അല്ലേ? പിന്നെ വേറൊരു ന്യൂക്ലിയസ് ഉണ്ട്. എന്താണത്? ട്യൂബ് ന്യൂക്ലിയസ്. ട്യൂബ് ന്യൂക്ലിയസ് ആണെങ്കിൽ ശിഥിലീകരിച്ച് പോവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. പരാഗനാളിയിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന്, രണ്ട് പുംബീജങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പുംബീജങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പരാഗനാളിയിലൂടെ അണ്ഡാശയത്തിലെത്തുന്ന പുംബീജങ്ങളിൽ ഒരെണ്ണം അണ്ഡവുമായി യോജിച്ച് സിക്താണ്ഡമായിട്ട് മാറുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അണ്ഡാശയങ്ങളിൽ എത്തുന്ന പുംബീജങ്ങളിൽ ഒരെണ്ണം അണ്ഡവുമായി യോജിച്ച് ഉണ്ടാകുന്നതാണ് സിക്താണ്ഡം. ഇനി രണ്ടാമത്തെ പുംബീജം എന്ത് ചെയ്യും? രണ്ടാമത്തെ പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേരുന്നു. ഇതിൽ നിന്നാണ് എൻഡോസ്പേം രൂപപ്പെടുന്നത്. സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായിട്ടും എൻഡോസ്പേം ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോർഡ് ഫുഡ് അല്ലെങ്കിൽ സമൃദ്ധാഹാരമായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ, പഠിച്ചു വെക്കുക. അപ്പൊ സസ്യങ്ങളിലെ ബീജ സംയോഗം നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. പരാഗരേണുവിൽ നിന്ന് രണ്ട് ന്യൂക്ലിയസുകൾ കാണപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലേ? രണ്ട് ന്യൂക്ലിയസ് ഏതൊക്കെയാ? ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്, ട്യൂബ് ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ പരാഗണത്തിന് ശേഷം പരാഗരേണുവിൽ നിന്ന് ഒരു പരാഗനാളി അണ്ഡാശയത്തിന് നേരെ വളരുകയും പരാഗനാളിയിൽ നിന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പുംബീജങ്ങളായി മാറും. അതുപോലെ തന്നെ ട്യൂബ് ന്യൂക്ലിയസ് ആണെങ്കിൽ ശിഥിലീകരിച്ച് പോവുകയും ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ന്യൂക്ലിയസുകളിൽ ഒരെണ്ണം എന്ത് ചെയ്യും? അണ്ഡാശയത്തിൽ എത്തുമ്പോൾ ഈ പുംബീജങ്ങളിൽ ഒരെണ്ണം അണ്ഡവുമായിട്ട് യോജിച്ചിട്ട് സിക്താണ്ഡം ഫോം ചെയ്യും. ഇനി വേറൊരു പുംബീജം ഇല്ലേ? ആ രണ്ടാമത്തെ പുംബീജം എന്ത് ചെയ്യും? അണ്ഡാശയത്തിലാണ് പോളാർ ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ, പോളാർ ന്യൂക്ലിയസ് അണ്ഡാശയത്തില്, പരാഗരേണുക്കളിലുള്ള ന്യൂക്ലിയസ് ആണ് ജനറേറ്റീവ് ന്യൂക്ലിയസും ട്യൂബ് ന്യൂക്ലിയസും. ഓക്കെ, അപ്പോൾ ഈ പോളാർ ന്യൂക്ലിയസുമായിട്ട് ചേർന്നിട്ട് പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായി ചേർന്നിട്ട് എൻഡോസ്പേം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പുംബീജങ്ങൾ ഉണ്ടായി. അതിലൊരു പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം ഫോം ചെയ്തു. രണ്ടാമത്തെ പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായി ചേർന്നിട്ട് എൻഡോസ്പേമും ഫോം ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി ഈ എൻഡോസ്പേം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഈ ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സമൃദ്ധാഹാരമായി മാറുന്നത് എൻഡോസ്പേം ആണ്. അതുപോലെ വളർന്ന് ഭ്രൂണമായി മാറുന്നത് ഈ ഒരു സിക്താണ്ഡമാണ് അല്ലെങ്കിൽ സൈഗോട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് സസ്യങ്ങളിലെ ബീജസംയോഗം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയല്ലോ? ഇനി പ്രത്യുൽപാദനം മനുഷ്യനിൽ ഈ ഒരു ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം. മനുഷ്യനുൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ജന്തുക്കളിൽ ലിംഗകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രത്യേകം അവയവ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനുൾപ്പെടെയുള്ള ഉയർന്ന വിഭാഗം ജന്തുക്കളിൽ ലിംഗകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേകം അവയവ വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യനിലെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചിത്രീകരണമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ നോക്കാം. അതിലെ പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്. ആദ്യം ബീജവാഹി. എന്താണ്? വൃഷ്ണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്ന കുഴലാണ് ബീജവാഹി. പോസ്ട്രേറ്റ് ഗ്രന്ഥി എന്താണ്? ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പോസ്ട്രേറ്റ് ഗ്രന്ഥിയിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ലിംഗം. പ്രത്യേക തരം പേശികളും
രക്ത അറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ലിംഗം. ഇതിനുള്ളിലെ നാളികളിലൂടെ മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നു. പുംബീജങ്ങളെ യോനിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നത് ലിംഗമാണ്. ഇനി വൃഷ്ണം എന്ന് പറയുമ്പം വൃഷ്ണസഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നു. പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പാർട്സ്. അതിൽ പോസ്ട്രേറ്റ് ഗ്രന്ഥി പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പോസ്ട്രേറ്റ് ഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി, മനുഷ്യനിലെ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണമാണ്. പിന്നെ വൃഷ്ണങ്ങളിൽ നിന്ന് പുംബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്ന കുഴലിനെയാണ് ബീജവാഹി എന്ന് പറയുന്നത്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് പോസ്ട്രേറ്റ് ഗ്രന്ഥിയാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വൃഷ്ണങ്ങളെ കുറിച്ച് പറഞ്ഞു. വൃഷ്ണസഞ്ചിക്കുള്ളിൽ കാണപ്പെടുന്നു. പുംബീജങ്ങളും പുരുഷ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് പുംബീജത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. പുംബീജങ്ങൾ അല്ലെങ്കിൽ സ്പേംസ് എന്ന് പറയുമ്പോൾ ചലനശേഷിയുള്ളവയാണ്. ഓക്കെ, ഇനി അതിനെ നമുക്ക് അതിന്റെ ബോഡിയെ കണ്ടോ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശിരസ്, ഉടല്, വാലെന്ന്. ഓക്കെ, ശിരസ്, ഉടല്, വാല്. അപ്പൊ സൂക്ഷ്മ കോശങ്ങളാണെങ്കിലും അവയ്ക്ക് ശിരസ്, ഉടല്, വാല് എന്നിങ്ങനെ തരംതിരിക്കാവുന്ന ഭാഗങ്ങളാണ് ഉള്ളത്. വാല് ഉപയോഗിച്ചാണ് ഇവ ചലിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയകളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? പിതൃ ക്രോമസോമുകൾ അടങ്ങിയ ന്യൂക്ലിയസ് ശിരസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പുംബീജത്തിന് എന്താണ്, സൂക്ഷ്മ കോശങ്ങളാണെങ്കിലും നമുക്ക് അതിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ശിരസ്, ഉടല്, വാല്. ഈ വാല് ഉപയോഗിച്ചിട്ടാണ് ഇവ ചലിക്കുന്നത് അല്ലെ. സ്വാംസിൽ എന്താണ്, ചലനശേഷി ഉള്ളതാണ്. അപ്പൊ വാല് ഉപയോഗിച്ചിട്ടാണ് ഇവ ചലിക്കുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയാണ്. പിതൃ ക്രോമസോമുകൾ അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസ് ശിരസിലാണ് കാണപ്പെടുന്നത്. ശിരസ് ഭാഗത്താണ്, സ്പോമിന്റെ ശിരസ് ഭാഗത്താണ് പിതൃ ക്രോമസോമുകൾ അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ഇനി നോക്കിയേ, ഉദരാശയത്തിന് പുറത്ത് വൃഷ്ണസഞ്ചികളിലായി കാണപ്പെടുന്ന ഒരു ജോഡി വൃഷ്ണങ്ങളിലാണ് പുംബീജങ്ങൾ രൂപപ്പെടുന്നത്. ഓർത്തു വെക്കണം, ഉദരാശയത്തിന് പുറത്ത് വൃഷ്ണസഞ്ചികളിലായിട്ട് കാണപ്പെടുന്ന ഒരു ജോഡി വൃഷ്ണങ്ങളിലാണ് പുംബീജങ്ങൾ രൂപപ്പെടുന്നത്. പുരുഷ ലൈംഗിക ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ലൈംഗിക ഹോർമോൺ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷ്ണങ്ങളാണ്. പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് വേണ്ടത്. 35 to 36 ഡിഗ്രിയാണ് എന്തരാ ഈ ഒരു പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉദരാശയത്തിലെ പുറത്ത് വൃഷ്ണസഞ്ചികളിലായിട്ടാണ് ഇവ കാണുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഈ പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് 35 to 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവശ്യമായിട്ടുള്ള താപനില. അപ്പൊ ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില മാത്രമാണ് പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് വേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഉദരാശയത്തിന് പുറത്ത് വൃഷ്ണങ്ങളിലാണ് പുംബീജങ്ങൾ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവാണ് പുംബീജത്തിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് വൃഷ്ണസഞ്ചികളാണ്. പോസ്ട്രേറ്റ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുംബീജ കോശങ്ങൾ ലിംഗത്തിലെത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശുക്ലവിസർജനം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഈ ഒരു ഹോർമോണിന്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ പേര് ഓർത്ത് വെക്കുക. പുരുഷ ലൈംഗിക ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പുംബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായമായിട്ടുള്ള താപനില എത്രയാണ്? 35 to 36 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. പിന്നെ പുംബീജങ്ങൾ പുത്ര ക്രോമസോമുകളോട് കൂടിയിട്ടുള്ള ന്യൂക്ലിയസ് അത് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ശിരസാണ്. ക്ലിയർ ആയല്ലോ? ഇനി സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ. ഓക്കെ, ഇപ്പൊ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയത്തിലാണ്. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയത്തിലാണ്. അണ്ഡവാഹി എന്ന് പറയുമ്പോൾ അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ബീജ സംയോജം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ് ബീജ സംയോഗം നടക്കുന്നത്. ഗർഭാശയം എന്ന് പറയുമ്പോൾ ഭ്രൂണം വളർച്ച പൂർത്തിയാക്കിയിട്ട് അവിടെ എത്തിക്കുന്ന അല്ലെ ഒരു പൂർത്തീകരിക്കുന്ന ഭാഗമാണ് എന്ത്? ഗർഭാശയം എന്ന് പറയുന്നത്. ബീജ സംയോഗം നടക്കുന്നത് അണ്ഡവാഹിയിലാണ്. ഭ്രൂണം വളർച്ച പൂർത്തിയാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗർഭാശയത്തിൽ വെച്ചിട്ടാണ്. എൻഡോമെട്രിയം എന്താണ്? എൻഡോമെട്രിയം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചാണ്, എൻഡോസ്പേമിനെ കുറിച്ചാണ്. വളർന്ന് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സമൃദ്ധ ആഹാരമായി മാറുന്നത് എൻഡോസ്പേം ആണ് സസ്യങ്ങളിൽ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? എൻഡോമെട്രിയം ആണ്. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് എന്താണ്? ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയത്തിലാണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇത് തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ.
എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഗർഭാശയത്തിന്റെ ഭിത്തികളിലെ ഉൾപാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അവിടെയാണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. ഇനി സസ്യങ്ങളുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എൻഡോസ്പേമിനെ കുറിച്ചാണ്. എന്താണ് എൻഡോസ്പേം എന്ന് പറയുന്നത്? വളർന്ന ഭ്രൂണം വളർന്നു വരുന്ന ആ ഒരു ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള സമൃദ്ധ ആഹാരമായിട്ട് മാറുന്നത് എന്തോ ആണ് നമ്മൾ പഠിച്ചിരുന്നു. എൻഡോസ്പേം ആണ്. അത് എൻഡോസ്പേം ആണ്. ഇത് എൻഡോമെട്രിയം ആണ്. എൻഡോമെട്രിയം എന്ന് പറയുമ്പോൾ ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ് യോനി. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. പുംബീജങ്ങൾ ഇവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇനി അണ്ഡം എന്ന് പറയുമ്പോൾ നോക്കാം. അണ്ഡകോശം പുംബീജത്തെക്കാൾ വലുതാണ്. അണ്ഡകോശത്തിന് എന്തില്ല? ചലനശേഷിയില്ല. എന്നാൽ പുംബീജത്തിന് എന്തുണ്ട്? ചലനശേഷിയുണ്ട്. ഓക്കെ. ഇനി അണ്ഡത്തിന്റെ കോശസ്തരത്തിന് പുറത്തായിട്ട് പ്രത്യേക സംരക്ഷണ ആവരണങ്ങളും കാണപ്പെടുന്നുണ്ട്. ഓവുലേഷനെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ അണ്ഡോത്സർജനത്തെ കുറിച്ച് നോക്കാം. ഉദരാശയത്തിലെ ഒരു ജോഡി അണ്ഡാശയങ്ങളാണ് അണ്ഡങ്ങളെയും സ്ത്രീ ലൈംഗിക ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഹോർമോണുകളൊക്കെ കേട്ടോ. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയെയും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉദരാശയത്തിലെ ഒരു ജോഡി അണ്ഡാശയങ്ങളാണ് അണ്ഡങ്ങളെയും സ്ത്രീ ലൈംഗിക ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അണ്ഡാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ഡാശയത്തിന് പുറത്തു വരുന്ന പ്രക്രിയയാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ഡോത്സർജനം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മാസത്തിൽ ഒരണ്ഡമാണ് ഇങ്ങനെ പുറത്തെത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആർത്തവം ഒരു സ്വാഭാവിക പ്രക്രിയ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. നോക്കാം. പെൺകുട്ടികളിൽ ശാരീരിക വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവ പ്രക്രിയയാണ് ആർത്തവം. പാരമ്പര്യം, ആഹാരശീലങ്ങൾ, ആരോഗ്യസ്ഥിതി, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ച് ആർത്തവം നേരത്തെയാവുകയോ താമസിക്കുകയോ ചെയ്യാം. ആർത്തവത്തിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ നടുവേദനയും അടിവയറ്റിൽ വേദനയും മനംപുരട്ടലും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പൊതുവെ 28 ദിവസത്തിലൊരിക്കൽ ആവർത്തിക്കുന്ന ആർത്തവ ചക്രം ആദ്യത്തെ 1-2 വർഷം ക്രമം തെറ്റിയെന്ന് വരാം. എന്നാൽ തുടർച്ചയായി ക്രമരഹിതമാവുകയാണെങ്കിൽ വൈദ്യസഹായം തേടണം. ആർത്തവകാല ശുചിത്വ ശീലങ്ങൾ പാലിക്കേണ്ടതും പ്രധാനമാണ്. 45 to 50 വയസ്സോടുകൂടി ആർത്തവ ചക്രം നിലയ്ക്കുകയും ചെയ്യുന്നു. ഇത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് റീപ്രൊഡക്ഷനെ കുറിച്ച് അവർ അറിയേണ്ടത്, അല്ലെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മടിയുള്ള വീട്ടുകാരൊക്കെ ഉണ്ടാവും, അമ്മമാരൊക്കെ ഉണ്ടാവും, അല്ലേ. ഇപ്പൊ പൊതുവെ അങ്ങനെയൊന്നും ഇല്ല, പണ്ടൊക്കെ. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള അറിവുകൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ചിത്രങ്ങൾ അടക്കമാണ് തന്നിരിക്കുന്നത്. നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ. മനുഷ്യനിലെ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ചായിരുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? അണ്ഡകോശവും സ്ത്രീ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയമാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. അണ്ഡാശയമാണ്. അതുപോലെ അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് നയിക്കുകയും ബീജസംയോഗം നടക്കുകയും ചെയ്യുന്നത് അണ്ഡവാഹിനി കുഴലിൽ വെച്ചിട്ടാണ്. അത് മനസ്സിലാക്കി വെക്കണേ. അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ് അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നത്. അതുപോലെ ബീജസംയോഗം നടക്കുന്നത് അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ്. ഭ്രൂണ വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗമാണ് ഗർഭാശയം എന്ന് പറയുന്നത്. ഗർഭാശയ ഭിത്തിയുടെ ഉൾപാളിയാണ് എൻഡോമെട്രിയം. അവിടെയാണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗത്തെ യോനി എന്ന് പറയുന്നു. അണ്ഡകോശത്തിന് ചലനശേഷി ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ 2 ഹോർമോണുകളുടെ പേര് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ 2 ഹോർമോണുകൾ തന്നിരുന്നു, അല്ലേ. പിന്നെ നമ്മൾ മെയിലിലെ ഒരു ഹോർമോണിന്റെ കാര്യം പറഞ്ഞത് ഏതായിരുന്നു? ടെസ്റ്റോസ്റ്റിറോൺ ആയിരുന്നു, അല്ലേ. ടെസ്റ്റോസ്റ്റിറോൺ. പിന്നെ അണ്ഡോത്സർജനം എന്താന്ന് പറഞ്ഞു, ഓവുലേഷൻ എന്താന്ന് പറഞ്ഞു. അണ്ഡാശയത്തിൽ വെച്ച് പാകമാകുന്ന അണ്ഡം അണ്ഡാശയത്തെ പുറത്തു വരുന്ന പ്രക്രിയയാണ് അണ്ഡോത്സർജനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. ബീജസംയോഗം നടന്നില്ലെങ്കിൽ എല്ലാ മാസവും അണ്ഡോൽപാദനത്തോടൊപ്പം ഭ്രൂണ വളർച്ചയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളും ഗർഭാശയത്തിൽ സംഭവിക്കുന്നുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന ആന്തരപാളിയുടെ കനം കൂടുകയും കൂടുതൽ രക്തലോമികകളും ഗ്രന്ഥികളും രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബീജസംയോഗം നടന്നില്ലെങ്കിൽ ഈ മുന്നൊരുക്കങ്ങൾ വെറുതെയാകുന്നു. പുതുതായി രൂപപ്പെട്ട കലകൾ നശിക്കുകയും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്ന് മാറുകയും ചെയ്യുന്നു. രക്തത്തോടും ശ്ലേഷ്മത്തോടും ഒപ്പം ഈ കലകൾ യോനിയിലൂടെ പുറപ്പെടുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത് 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. അപ്പോൾ മെൻസ്ട്രേഷനെ കുറിച്ചാണ് ആ ഭാഗത്തൊക്കെ പറഞ്ഞിരുന്നത്. ഇനി ബീജസംയോഗം നടന്നാൽ എങ്ങനെയാണ്, നടന്നില്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് രക്തത്തോടൊപ്പം ശ്ലേഷ്മവും ഒക്കെ എന്താണ് ഈ പ്രത്യേകമായിട്ട് ഫോം ചെയ്ത കലകളെല്ലാം പുറന്തള്ളി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ബീജസംയോഗം നടന്നാലോ? അണ്ഡാശയത്തിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന അണ്ഡം അണ്ഡവാഹിനിയിൽ എത്തുന്നു. അവിടെ വെച്ച് പുംബീജവുമായി യോജിച്ച്, എവിടെ വെച്ചിട്ടാണ്?
അണ്ടവാഹിയിൽ വെച്ച് പുംബീജവുമായി യോജിച്ച് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് രൂപപ്പെടുന്നു. ഈ പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം എന്ന് പറയുന്നത്. അണ്ടവും ബീജവുമായിട്ട് പുംബീജവുമായി ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടുന്ന പ്രക്രിയയാണ് ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. അനേകം പുംബീജങ്ങൾ അണ്ടവാഹിയിൽ എത്തിച്ചേരുന്നുവെങ്കിലും ഒരെണ്ണം മാത്രമാണ് അണ്ടവുമായിട്ട് കൂടിച്ചേരുകയുള്ളൂ. ഒറ്റ കോശമായിട്ടുള്ള സിക്താണ്ഡം പിന്നീട് വിഭജനത്തിലൂടെ നിരവധി കോശങ്ങളുള്ള ഭ്രൂണമായി മാറുന്നു. സിക്താണ്ഡം ഭ്രൂണമായി അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറുന്നു. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഭ്രൂണം ഗർഭാശയത്തിലെ എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിച്ചേർന്ന് വളരാനായിട്ട് തുടങ്ങുന്നു. ഇനി ഹോർമോണുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോക്സ് തന്നിരിക്കുന്നത് എന്താണ്? ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികളിലാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ്. അതിനാൽ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ജീവൽ പ്രവർത്തനങ്ങളെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞില്ലായിരുന്നോ സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായിട്ട് വിഭജനം നടന്നിട്ട് ഭ്രൂണമായി മാറുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അണ്ടവാഹിയിൽ നിന്ന് എന്താ ചെയ്യുന്നത്? അണ്ടം പുറത്തേക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് പുംബീജവുമായിട്ട് കൂടിച്ചേരുന്നു. സിക്താണ്ഡം രൂപപ്പെടുന്നു. കണ്ടോ, സിക്താണ്ഡം പിന്നീട് ഫെർദർ ഡിവിഷൻസ് ചെയ്തിട്ട് സൈഗോട്ട് പിന്നെ എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുന്നു. അതുപോലെ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് ആരംഭിക്കുന്നു. ഇനി പ്ലാസന്റയെ കുറിച്ച് തന്നിട്ടുണ്ട്. എന്താണ് പ്ലാസന്റ? നമുക്കറിയാം അല്ലേ, പ്ലാസന്റ എന്ന് പറയുമ്പോൾ ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തെയാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസന്റയാണ് അല്ലേ? നോക്കിയേ, ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസന്റ. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസന്റ രൂപപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ്? ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസന്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾ കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസന്റ സഹായിക്കുന്നു. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഈ ആവരണത്തിനുള്ളിലെ അമ്നിയോട്ടിക് ദ്രവം ഗർഭാവസ്ഥയിലുള്ള ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പാരഗ്രാഫ് ഫുൾ പോയിന്റ്സ് ആണ് അല്ലേ? അപ്പൊ ആദ്യം എന്തിനെ കുറിച്ചാണ് പറഞ്ഞേ? പ്ലാസന്റയെ കുറിച്ച്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ്. ആ പറ്റിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, അതിനാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭ്രൂണകലകളും അതുപോലെ ഗർഭാശയ കലകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ പ്ലാസന്റ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് പിന്നീടാണ് പൊക്കിൾ കൊടിയായിട്ട് അത് ഫോം ചെയ്യും. ഈ പൊക്കിൾ കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഒക്കെ ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുകയും അതുവഴി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കലരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് ആര് തന്നെയാണ്? പ്ലാസന്റ തന്നെയാണ്. ഇനി വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന് പറയുന്ന ഒരു ആവരണം, ആ ആവരണത്തിനുള്ളിലാണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. അപ്പൊ ഈ ആവരണത്തിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എന്ത് പറയും? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും അതുപോലെ ക്ഷതത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി മനുഷ്യനിലെ ശരാശരി ഗർഭകാലം എന്ന് പറയുന്നത് 270 to 280 ഡേയ്സ് ആണ്. 270 to 280 ഡേയ്സ്. ഈ കാലയളവിനുള്ളിൽ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് ക്രമാനുഗതമായ മാറ്റങ്ങളിലൂടെ വളർച്ച പൂർത്തിയാക്കുന്ന ഗർഭസ്ഥ ശിശു യോനിനാളത്തിലൂടെ പുറത്തു വരുന്നു. ഈ പ്രക്രിയയാണ് പ്രസവം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ജനനവും സങ്കീർണമായ പ്രക്രിയകളാണ്. ശാരീരികമായും മാനസികമായും പക്വതയാർജിച്ച സ്ത്രീക്ക് മാത്രമേ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനും കഴിയൂ. ഇവിടെയൊക്കെ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഹോർമോണിന്റെ പേര്, ഈ പറ്റിപ്പിടിച്ച് വളരുന്ന ഭാഗം, പ്ലാസന്റയുടെ ഡ്യൂട്ടികൾ, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി കണ്ടോ, വളർച്ചാഘട്ടങ്ങളാണ് തന്നിരിക്കുന്നത്. ശൈശവം, ബാല്യം, കൗമാരം, പ്രായപൂർത്തി, വാർദ്ധക്യം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ സൈക്കോളജിയിൽ പഠിക്കില്ലേ, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. ശൈശവം, ബാല്യം, കൗമാരം, പ്രായപൂർത്തി, വാർദ്ധക്യം എന്ന് പറഞ്ഞിട്ട് ശരീരത്തിലെ വളർച്ചാഘട്ടങ്ങളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഇനി കൗമാരം സവിശേഷതകളുടെ കാലം. നമ്മൾ സൈക്കോളജിയിൽ കൗമാരത്തെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അല്ലെ, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഇവിടെ കൗമാരത്തെ കുറിച്ച് തന്നിരിക്കുന്നത് എന്താണ്? ജീവശാസ്ത്രപരമായിട്ടുള്ള
സവിശേഷതകളുടെ കാലമാണ് കൗമാരം. ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ കാലമാണ് കൗമാരം. ബാല്യത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയിലേക്ക് വേഗത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 11 മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരക്കാലം. ഓക്കെ, 11 മുതൽ 19 വയസ്സ് വരെയാണ് WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 11 to 19 ആണ് എന്താ കൗമാരം അല്ലെ അഡോളസൻസ് എന്നാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ അഡോളസൻസിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇംഗ്ലീഷിൽ നമുക്ക് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും. പ്യൂബർട്ടിയുടെ ആരംഭം മുതൽ ശാരീരിക വളർച്ച പൂർണ്ണമാകുന്നത് വരെയുള്ള കാലഘട്ടമാണിത്. സന്താനോൽപാദന സജ്ജരായിട്ടുള്ള വ്യക്തികളാകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. സന്താനോൽപാദന സജ്ജരാകുന്ന വ്യക്തികൾ അല്ലെ, നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിനൊക്കെയാണ് പ്യൂബർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ പെൺകുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഓരോ വ്യക്തികളിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ എന്തായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക, ആൺകുട്ടികളാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? അപ്പൊ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാരഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നുണ്ട്. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള ശാരീരിക മാറ്റങ്ങൾക്കൊപ്പം തീവ്രമായിട്ടുള്ള മാനസിക വൈകാരിക മാറ്റങ്ങളും ചേർന്ന് കൗമാരത്തെ സവിശേഷമായ കാലഘട്ടമാക്കി മാറ്റുന്നു. ഇനി ഈ പൊതുവെ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഓരോ വ്യക്തിയിലും കൗമാരം സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ് തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും ഉണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വളർച്ച, പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. കോമൺ ആയിട്ട് ഉണ്ടാകുന്ന വളർച്ച കാര്യങ്ങളാണ് പറയുന്നത്. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും ഒക്കെ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഗ്രന്ഥികളുടെ വളർച്ച, പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി നോക്കിയേ, ഈ ശാരീരിക മാറ്റങ്ങൾ ആൺകുട്ടികളിൽ പെൺകുട്ടികളിൽ എന്ന് പറഞ്ഞത് 2 ബോക്സ് ആക്കി തന്നിരിക്കുകയാണ്. ആൺകുട്ടികളുടെ കാര്യം നമുക്ക് നോക്കാം. വളർച്ച ത്വരിതപ്പെടുന്നുണ്ട്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാകുന്നുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മുഖം, മാറ് എന്നിവിടങ്ങളിലെല്ലാം രോമങ്ങൾ വളരുന്നുണ്ട്. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നുണ്ട്. ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നുണ്ട്. തോളെല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നുണ്ട്. ശുക്ലവിസർജനം ആരംഭിക്കുന്നു. അതുപോലെ പെൺകുട്ടികളിലാണെങ്കിലോ അവർക്കും എന്തുണ്ടാവുന്നുണ്ട്? വളർച്ച ത്വരിതഗതിയിലാവുന്നുണ്ട് അല്ലേ? അതുപോലെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയൊക്കെ പെട്ടെന്നുണ്ടാവുന്നുണ്ട്. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തും ഒക്കെ രോമങ്ങൾ വളരുന്നു. ശബ്ദ സൗന്ദര്യം കൂടുന്നു, ശബ്ദ സൗകുമാര്യം കൂടുന്നു. ഓക്കെ, ത്വക്കിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വർദ്ധിക്കുന്നു. സ്ഥാന വളർച്ച ഉണ്ടാവുന്നു. ഇടുപ്പെല്ലുകൾക്ക് വികാസം സംഭവിക്കുന്നു. ആർത്തവം ആരംഭിക്കുന്നു. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിന്നേ ഉള്ളൂ. ഇനി അനീമിയ, ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അനീമിയ എന്ന് പറയുമ്പോൾ അനീമിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അനീമിയ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അല്ലേ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നോക്കാം, രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തുവായിട്ടുള്ള ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമോ ഉണ്ടാവുന്ന അവസ്ഥയാണ് അനീമിയ. എന്തുകൊണ്ടാണ്? ഒന്നുകിൽ RBC കൗണ്ട് കുറയാം, അല്ലെങ്കിലോ ഹീമോഗ്ലോബിന്റെ ആ ഒരു കുറവ് മൂലമോ അനീമിയ ഉണ്ടാകാം. ഇതിന്റെ ലക്ഷണമാണ് വിളർച്ച. അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും ഇത് കാരണമാകുന്നുണ്ട്. അനീമിയയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് ശരീരത്തിലെ ഇരുമ്പിന്റെ അഭാവം. ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്നുള്ള പരിഹാരത്തിന് അയൺ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൗമാരവും ഭക്ഷണവും കേട്ടോ, ഇനി ആ ഒരു ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. കൗമാരവും ഭക്ഷണവും. ഇന്ത്യയിലെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ 56% പേർക്കും ആൺകുട്ടികളിൽ 30% പേർക്കും ഇരുമ്പിന്റെ അഭാവം മൂലമുള്ള ഗുരുതരമായിട്ടുള്ള അനീമിയ രോഗമുണ്ട് എന്ന പേപ്പറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഇത് തടയുന്നതിന് 10 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായമുള്ള 13 കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു. ഇത് ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അയൺ ഗുളികകൾ നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുക പ്രായം 10 മുതൽ 19 വയസ്സ് വരെ എന്നാണ്. എന്നാൽ WHO കണക്കനുസരിച്ച് 11 മുതൽ 19 വയസ്സുള്ള കുട്ടികളെയാണ് അഡോളസൻസ് എന്ന പീരീഡിൽ, ആ ഒരു ഏജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. WHO അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 11 to 19 വയസ്സ് വരെയാണ്. ഇവിടെ 10 to 19 എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേട്ടോ വന്നിട്ടുള്ളത്.
ഇനി ഭക്ഷണം ചില മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്താണ്? പ്രഭാത ഭക്ഷണം പ്രധാനമാണ്, തിരക്കിനിടയിൽ അത് ഒഴിവാക്കരുത്. ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കുറയ്ക്കുക. പഞ്ചസാര, ഉപ്പ് എന്നിവ മിതമായി ഉപയോഗിക്കുക. കുപ്പിപ്പാനീയങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ ശീലമാക്കാതിരിക്കുക. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം എന്നിവ ആരോഗ്യത്തിന് ഗുണകരമല്ലെന്ന് ഓർക്കുക. ആഹാര സാധനത്തോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് തിരിച്ചറിയുക. ഓരോ കാലത്തും നാട്ടിലുണ്ടാവുന്ന ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. ഇനി കൗമാരവും സൗന്ദര്യ സങ്കല്പവും നോക്കാം. മാധ്യമങ്ങളും മറ്റു വാണിജ്യ താല്പര്യത്തോടു കൂടി സൃഷ്ടിക്കുന്ന നായികാ സങ്കല്പങ്ങളിൽ കൗമാരക്കാരെ വേഗത്തിൽ സ്വാധീനിക്കാനാകും. ഈ ഭാഗത്തൊന്നും PSC ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ് ഇല്ല. ഒരു പോയിന്റ് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് നോക്കാം. ശരീരത്തെക്കുറിച്ച് അതീവ ബോധമുള്ളവരാകുന്ന കാലഘട്ടമാണ് കൗമാരം. പുറമോടിയാണ് വ്യക്തിത്വം എന്ന് തെറ്റിദ്ധരിച്ച് കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നതും വ്യായാമ മുറകൾ അശാസ്ത്രീയമായി പിന്തുടരുന്നതും ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനി നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തിയുണ്ടാക്കുന്ന അനോറക്സിയ എന്നൊരു രോഗാവസ്ഥ ഇതിന് ഉദാഹരണമാണ്. എന്താണ്? ഭക്ഷണം വേണ്ട, കാരണം എന്താണ്? അവർക്ക് മെലിഞ്ഞ് സ്ലിം കുട്ടികളാവണം അല്ലേ? അപ്പം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് തന്നെ ഭക്ഷണം അങ്ങനെ ഒഴിവാക്കി ലാസ്റ്റ് ഭക്ഷണത്തോട് തന്നെ ഒരു വിരക്തി അനുഭവപ്പെടും. അങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയാണ് അനോറക്സിയ എന്ന് പറയുന്നത്. അനോറക്സിയ. ഇനി കൗമാരം വെല്ലുവിളികളുടെ കാലം. കൗമാരകാലത്ത് ഹോർമോൺ ഉൽപാദനത്തിലും തലച്ചോറിന്റെ വികാസത്തിലും ഉണ്ടാകുന്ന ചടുലമായ മാറ്റങ്ങൾ മാനസിക വൈകാരിക പ്രക്ഷുബ്ധങ്ങളിലേക്ക് കാരണമാകും. കുട്ടി എന്ന നിലയിൽ ലഭിച്ചിരുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും നഷ്ടമാവുകയും എന്നാൽ മുതിർന്ന വ്യക്തിയായി അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഈ ഒരു ഭാഗം നമ്മുടെ സൈക്കോളജി ബുക്കിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡോളസന്റ് നമ്മൾ പഠിക്കുന്ന ഭാഗത്തുള്ളതാണ് കേട്ടോ. വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ രൂപപ്പെടാത്തതും തീരുമാനങ്ങളിലെ പക്വത മൂലം അനുകരണ ഭ്രമം, ചീത്ത കൂട്ടുകെട്ട്, ദുശീലങ്ങൾ, മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിലും അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാനോടൊപ്പം ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വിധേയമാകാതിരിക്കുകയും വേണം. തെറ്റായ ഉദ്ദേശത്തോടെ സമീപിക്കുന്നവർ ആരായാലും ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം അപകടങ്ങളിൽ നിന്ന് രക്ഷയേകും. കുട്ടികൾക്കുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇനി അടിമപ്പെടുത്തുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? പുകവലി, മദ്യപാനം, മയക്കുമരുന്നിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാശത്തിലേക്കുള്ള വഴി ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. നിക്കോട്ടിൻ, ബെൻസീൻ എന്നിങ്ങനെ 7000-ലധികം രാസവസ്തുക്കൾ പുകയിലയിൽ ഉണ്ട്. ഇവയിൽ 70ഓളം രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. പുകവലി രക്തക്കുഴലുകളുടെ വ്യാസം കുറയ്ക്കുന്നതിനാൽ ശരീരകലകളിൽ ഓക്സിജൻ എത്തുന്നത് തടസ്സമുണ്ടാക്കുന്നു. വായിലും ശ്വാസകോശത്തിലും തൊണ്ടയിലും അന്നനാളത്തിലും ഉണ്ടാവുന്ന ക്യാൻസറിന്റെ പ്രധാന കാരണവും പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എന്നിവ സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് വിവരശേഖരം നടത്താനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്ററിന്റെ ഭാഗങ്ങളിൽ PSC ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ അധികം പോയിന്റ്സ് ഒന്നുമില്ല എങ്കിൽ കൂടിയിട്ടും ഹോർമോണുകൾ, അതുപോലെ എങ്ങനെയാണ് സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നത്, പിന്നെ പ്ലാന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സിന്റെ കാര്യമാണെങ്കിലും എങ്ങനെയാണ് ഒരു സിക്താണ്ഡം ഫോം ചെയ്യുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹോർമോണിന്റെ കാര്യമൊന്നും മറന്നു പോകാതെ തന്നെ പഠിക്കുക. ഈ ഭാഗത്തുനിന്ന് അതൊക്കെ തന്നെയാണ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സസ്യങ്ങളുടെ കാര്യം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഇൻസെക്ട്സ് ആണ് അവിടെ എന്തെന്ന് പരാഗണം നടത്തുന്നതെന്നല്ലേ. അപ്പം അങ്ങനെ ഇൻസെക്ട്സ് പരാഗണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈച്ച പരാഗണം നടത്തുവാണെങ്കിൽ ഈച്ച വഴി നടക്കുന്ന പരാഗണത്തിനെ എന്ത് പറയും? മയോഫിലി എന്നാണ് പറയുന്നത് കേട്ടോ. മയോഫിലി. ഈച്ച വഴി നടത്തുന്ന പരാഗണത്തിനെ മയോഫിലി എന്നാണ് പറയുന്നത്. ഈച്ച. ഇനി അടുത്തത് പാമ്പ് വഴിയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ അതിനെ ഒഫിയോഫില്ലി എന്നാണ് പറയുന്നത്. ഒഫിയോഫില്ലി. ഓക്കെ. ഇനി ഒച്ചു വഴിയാണെങ്കിൽ മാലക്കോഫില്ലി എന്നാണ് പറയുന്നത്. ഒച്ചു വഴിയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? മാലക്കോഫില്ലി എന്ന് പറയും. ഇനി നമ്മുടെ പൂമ്പാറ്റയാണെങ്കിൽ അതിനെ സൈക്കോഫില്ലി എന്നാണ് പറയുന്നത് കേട്ടോ. സൈക്കോഫില്ലി. ഇത് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയത് പറഞ്ഞു എന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇപ്പൊ ഫില്ലി എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പരാഗണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി
മെല്ലിറ്റോഫില്ലി എന്ന് പറയുന്നത് തേനീച്ച മുഖാന്തരം നടക്കുന്ന പരാഗണത്തെയാണ് മെല്ലിറ്റോഫില്ലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ എക്സാം സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. വീക്കിലിയാണ് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിവിഷൻ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനലും നമ്മൾ നടത്തുന്ന എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഓർമ്മിപ്പിക്കുക. എല്ലാവർക്കും നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്